നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചത്തില്ലേ അയാൾ? വന്നവന് പിഴച്ചിട്ടുണ്ടാകും, പക്ഷേ ഞങ്ങൾക്ക് പിഴക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വെടിവെപ്പിൽ IRGCയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. IRGC ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ട്രംപിനെ എങ്ങനെയും വകവരുത്താൻ. കാരണം ആയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തി ഇറാന് വലിയ നാണക്കേടാണ്, IRGC സേനയ്ക്ക് വലിയ നാണക്കേടാണ് അമേരിക്ക ഉണ്ടാക്കിയത്. പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ അവിടുത്തെ സൈന്യത്തിന് കഴിഞ്ഞില്ലേ എന്നുള്ള പരിഹാസം ശക്തമായി ഉയർന്നു. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഇറാൻ സേനയെ പരിഹസിക്കുന്നുമുണ്ട്. അങ്ങനെ കൊലവെറിയിൽ നിൽക്കുകയാണ്. ട്രംപിനോട് വല്ലാത്ത ഒരു കൊലവെറിയിൽ വെറി പിടിച്ചു നിൽക്കുകയാണ് IRGC. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന് നേരെ ഒരു വെടിവെപ്പ് ശ്രമവും നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ IRGC പറയുന്നതിൽ IRGC വ്യക്തമായി അവരുടെ വാക്കുകളിൽ പറയുന്നുണ്ട്, ട്രംപ് തങ്ങളുടെ ലക്ഷ്യം തന്നെയാണ് എന്നുള്ളത്. ട്രംപും നെതന്യാഹുവുമാണ് IRGCയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവർ. ഒരു തക്കം കിട്ടിയാൽ ഇരുവരെയും തീർക്കാൻ IRGC തുനിഞ്ഞിറങ്ങുകയും ചെയ്യും. മുൻപ് പലതവണ ട്രംപിന് നേരെ IRGC കൊലവിളി നടത്തിയത് ട്രംപിനെ കൊലപ്പെടുത്താൻ ചാവേറുകളെ ഇറക്കും എന്നൊക്കെയായിരുന്നു. എന്തായാലും ഇപ്പോൾ തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളിലും നിറയുന്നത് അയാൾ ചത്തില്ലേ എന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾക്ക് പിഴക്കില്ല എന്ന് IRGC പറയുമ്പോൾ ട്രംപിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാകുകയാണ്. എന്തായാലും ഇപ്പോൾ ട്രംപിന് നേരെ നടന്ന വെടിവെപ്പ് ശ്രമമാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. ഇതിന് പിന്നിൽ IRGCയുടെ കളിയുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണല്ലോ. അതിനിടയിലാണ് അവിടെ നടന്ന അത്താഴ വിരുന്നിൽ വെടിവെപ്പ് ഉണ്ടായത്. അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു സംഭവം. കാരണം എല്ലാ സുരക്ഷയും മറികടന്നുകൊണ്ടാണ് അക്രമകാരി ഹോട്ടലിലേക്ക് എത്തിയത്. ഭരണകൂടത്തിന് പിഴച്ചു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഇറാൻ മാധ്യമങ്ങളും ചോദിക്കുന്നത് അത് തന്നെയാണ്. വലിയ സുരക്ഷ എന്നാണല്ലോ പറയുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഈ പിഴവുണ്ടായി എന്ന് ഇറാൻ മാധ്യമങ്ങളും പരിഹസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ IRGCയുടെ ഒരു ഇടപെടൽ ഉണ്ടോ? ഇറാൻ ഇന്റലിജൻസിന്റെ നീക്കമുണ്ടോ? ഇറാൻ സൈന്യത്തിലെ ചാവേറുകൾ ട്രംപിനെ ലക്ഷ്യം വെച്ചോ എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇറാന് പങ്കില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുന്നു. കാരണം ട്രംപിനെ കൊലപ്പെടുത്താൻ അമേരിക്കയിൽ തന്നെ ഒരുപാട് ആൾക്കാർ തക്കം പാർത്ത് കാത്തിരിക്കുന്നുണ്ട്. ട്രംപിന്റെ കടുംപിടുത്തമായ നിലപാടുകൾ, ഭരണകൂടത്തെ ഒരു ഏകാധിപതിയെ പോലെ കൊണ്ടു നടക്കുന്ന ആ ഒരു രീതി, അതിനെ എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു കൂട്ടം അമേരിക്കയിലുണ്ട്. ട്രംപ് ഗോ ബാക്ക് വിളികൾ ഉയർത്തുന്ന ഒരുപാട് അമേരിക്കക്കാർ അവിടെയുണ്ട്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴും ട്രംപിനെ കൊല്ലണം എന്നുള്ള ആഹ്വാനവുമായിട്ടായിരുന്നു അവിടുത്തെ ജനം വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ട്രംപിന് സ്വന്തം രാജ്യത്ത് തന്നെ ത്രട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ IRGC ഇതൊരു ആഘോഷമാക്കുകയാണ്. ഇറാൻ മാധ്യമങ്ങളും ഇത് ആഘോഷമാക്കുന്നു. ട്രംപ് പരിഹസിച്ചിരുന്നത് ഇറാനിലെ ഭരണകൂടത്തിന്, ആയത്തുള്ള അലി ഖമനേയിക്ക് സംരക്ഷണം ഒരുക്കാൻ പോലും കെൽപ്പില്ലാത്ത IRGC ആണോ അമേരിക്കയെയും ഇസ്രയേലിനെയും അങ്ങ് പുളുത്തുമെന്ന് പറയുന്നത് എന്നൊക്കെയുള്ള വലിയ പരിഹാസങ്ങൾ ട്രംപ് ഉയർത്തിയിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇത്രത്തോളം വലിയ ഗുരുതര പിഴവ് സംഭവിച്ചു? ട്രംപിന് ചുറ്റും വലിയ സുരക്ഷാ വലയമാണ്. ഇതിനെ എല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ടാണ് അയാൾ അകത്തേക്ക് കടന്നത്. IRGC വീണ്ടും മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ട്രംപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനക്ഷതവും ഈ വിഷയത്തോടെ സംഭവിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ കറുത്ത ഏടുകൾക്ക് ഒരിക്കൽ കൂടി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടൽ സാക്ഷിയായി. 1981 അന്നത്തെ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് വെടിയേറ്റ അതേ വേദിയിൽ വെച്ച് 45 വർഷങ്ങൾക്കിപ്പുറം ഡൊണാൾഡ് ട്രംപിന് നേരെയും വധശ്രമം ഉണ്ടായിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കണക്റ്റിക്കട്ട് അവന്യൂവിലെ ഈ ഹോട്ടൽ സമുച്ചയം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സുരക്ഷാ ചരിത്രത്തിലെ ദുരൂഹമായ ഒരു ബിന്ദുവായി മാറുകയാണ്. 1981 മാർച്ച് 30 ലോകത്തെ നടുക്കിയ റൊണാൾഡ് റീഗൻ വധശ്രമം. ഹോട്ടലിലെ പ്രസംഗം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന റീഗനെ ജോൺ ഹിൻക്ലി ജൂനിയർ എന്ന യുവാവ് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. അന്ന് ലിമോസിനിൽ തട്ടിത്തെറിച്ച ബുള്ളറ്റ് റീഗന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ശ്വാസകോശത്തിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് സമാനമായ രീതിയിൽ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെ ട്രംപിന് നേരെയും വെടിയൊച്ചകൾ ഉയർന്നത് ചരിത്രത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ആവർത്തനമായി. റീഗനൊപ്പം അന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ജെയിംസ്
ബ്രാഡി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ബ്രാഡി ശിഷ്ടകാലം വൈകല്യങ്ങളുമായാണ് ജീവിച്ചത്. ഇന്ന് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിലും ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റു എന്നത് സുരക്ഷാ ഏജൻസികളെ ആശങ്കയിലാഴ്ത്തുന്നു. ഈ ഹോട്ടലിന് പുറത്ത് റീഗൻ വധശ്രമത്തിന്റെ സ്മരണ പുതുക്കി സ്ഥാപിച്ചിട്ടുള്ള ഫലകം ഇന്നും ആ പഴയ വെടിയൊച്ചകളുടെ സാക്ഷിയായി അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ട്രംപിന് നേരെ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണിത്. 2024 ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന വെടിവെപ്പിന്റെ നടുക്കം മാറും മുൻപെയാണ് വീണ്ടും വധശ്രമം ഉണ്ടാകുന്നത്. ബട്ട്ലറിൽ തോമസ് ക്രൂഗ്സ് എന്ന 20-കാരന്റെ വെടിയുണ്ടകളിൽ നിന്ന് ട്രംപ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അന്ന് ബട്ട്ലറിൽ അനുഭവപ്പെട്ട അതേ ഭീതിയും അനിശ്ചിതത്വവും ഇപ്പോൾ വാഷിംഗ്ടൺ DC-യിലും പടരുകയാണ്. ആക്രമണത്തിന് പിന്നാലെ വൈറ്റ് ഹൗസ് ബ്രീഫിംഗ് റൂമിലെത്തിയ ട്രംപ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ തന്റെ ജോലിയുടെ അപകട സാധ്യതയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി സംസാരിച്ചു. ലോകത്ത് ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു ജോലി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ബട്ട്ലറിലെ വെടിവെപ്പ് തന്റെ ജീവിതത്തിലെ നിർണായക നിമിഷമായിരുന്നു എന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സംഭവവും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി മാറും. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം പ്രസിഡന്റിന് ഒരേ സ്ഥലത്ത് വെച്ച് വീണ്ടും വെടിയേൽക്കേണ്ടി വരുന്നത് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ നാണക്കേടും തിരിച്ചടിയുമാണ്. ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് ഇസ്ലാമാബാദിലേക്ക് ചർച്ചകൾക്ക് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് റദ്ദാക്കിയിരിക്കുകയാണ്. ട്രംപിന് ചുറ്റും ഒരു വലിയ ഭീതി പതിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരാളല്ല, പല ഗ്രൂപ്പുകൾ, പല ആൾക്കാർ ഇങ്ങനെ കാത്തുകെട്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്രമണ ഭീതികൾ, കൊലവിളികൾ, വധശ്രമ ആഹ്വാനങ്ങൾ ഇതെല്ലാം ട്രംപിന് നേരെയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിനിപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാനിയൻ മാധ്യമങ്ങൾ ഇതൊരു ആഘോഷമാക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ തല തകരുന്നത് കാത്തിരിക്കുകയാണ് അവർ. പ്രത്യേകിച്ച് ഖമനേയി അനുകൂലികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസർ ആണ് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതിൻ്റെ ചികിത്സയിലൂടെയൊക്കെ കടന്നുപോയതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇറാനിലെ പള്ളികളിൽ വലിയ കൂട്ടപ്രാർത്ഥനയാണ് നമ്മൾ കണ്ടത്. അതായത് എത്രയും പെട്ടെന്ന് അയാളൊക്കെ ചത്തൊടുങ്ങണേ എന്നുള്ള ഒരു കൂട്ടപ്രാർത്ഥന. ഇത് ഖമനേയിക്ക് നേരെ കൈ ഉയർത്തിയതിന്, ഖമനേയിയുടെ ചോര വീഴ്ത്തിയതിന് അള്ളാഹു കൊടുത്ത മറുപടിയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വന്നത്. ഇപ്പോൾ ട്രംപിന്റെ കാര്യത്തിൽ ട്രംപിന് നേരെ വെടിവെപ്പ് നടന്ന വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ ഇറാൻ വീണ്ടും ഇറാനിലെ ഖമനേയി അനുകൂലികൾ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇയാളും ചത്തൊടുങ്ങണേ എന്നാണ് അവർ കൂട്ടപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ട്രംപ് അധികാര കസേരയിൽ ഇരിക്കുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു വഴിക്കൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ്. മറ്റൊരു വഴിക്കൂടെ ഹോർമുസിൽ പിടിമുറുക്കി ഇറാന്റെ എണ്ണ കച്ചവടത്തിന്റെ നട്ടലൊടിച്ചിട്ടിരിക്കുന്നു. മറ്റൊരു വഴിക്കൂടെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലും ഇറാനെ തലപൊക്കാൻ അനുവദിക്കാതെ ആക്രമണത്തിന് വേണ്ടി തുനിഞ്ഞു നിൽക്കുന്നു. ഇസ്രയേൽ ആകട്ടെ വെടിനിർത്തൽ കരാർ ഒന്ന് അവസാനിക്കാൻ കാത്തിരിക്കുകയാണ് ഇറാനെ കയറി അടിക്കാൻ. അങ്ങനെ ചുറ്റും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ചാരവലയത്തിൽ ബുദ്ധിമുട്ടുകയാണ്, ശ്വാസം മുട്ടുകയാണ് ഇറാൻ. അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഈ നെതന്യാഹുവും ട്രംപും ഒന്ന് ചത്തൊടുങ്ങണേ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുന്നുള്ളൂ. അല്ലാതെ അവർക്ക് നേരെ ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല. പക്ഷേ IRGCയുടെ വെല്ലുവിളി അതത്ര നിസ്സാരമായി കരുതാൻ കഴിയുന്നതല്ല. കാരണം ട്രംപിനെയും നെതന്യാഹുവിനെയും തീർക്കാൻ ചാവേറുകളെ ഇറക്കുമെന്നാണ്. ഞങ്ങൾക്ക് സൈനിക നീക്കത്തിലൂടെ ഇരുവർക്കും തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭീകരവാദം ഞങ്ങൾ പുറത്തെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് IRGC ഈ ഒരു ഭീഷണിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്ന ആക്രമണത്തെയും ചിരിച്ചു തള്ളുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതെനിക്കൊരു വിഷയമേ അല്ല എന്ന് ട്രംപ് പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.